എന്ത് ചെയ്യണമെന്നറിയാൻ നാലുപാടും നോക്കി. ഇങ്ങനെ ഒരു ഗൃഹപ്രവേശം ആദ്യമായിട്ടായിരിക്കും. മിന്നു എൻ്റെ കയ്യിൽ നിന്ന് ചാടിയോടി ഒറ്റ പോക്കായിരുന്നു. കുറേ നേരമായിട്ടും അങ്ങനെ കാണാത്തതുകൊണ്ട് ഇടറാത്ത കാൽവെപ്പോടെ ഞാൻ അനന്തേട്ടൻ്റെ മുറിയിലേക്ക് കയറി. ഒരു ചെറിയ മുറി, ചെറിയ കട്ടിൽ. അത് കണ്ടത് എന്താണെന്നറിയില്ല, എവിടുന്ന് ഒരു നാണം വന്ന് എന്നെ ആകെ മൊത്തം പൊതിഞ്ഞു. തല ഒരു വശത്തേക്ക് ചെരിച്ച് പെരുവിരലെ നഖം കൊണ്ട് ഇന്ത്യയുടെ ഭൂപടം വരച്ച് വട്ടം തിരിഞ്ഞു കുളിച്ച് ഈറനോടെ ഇറങ്ങി വരുന്നവൻ. എൻ്റെ സാറേ, അപ്പോഴതിൻ്റെ ഒരു അവസ്ഥ. ചിക്കനെ കണ്ടപ്പോൾ ചിക്കൻ പീസ് കിട്ടിയ വട്ടിയെ ഓർമ്മ വന്നു. ഇങ്ങനെ ഓരോരോ വികാര വിചാരങ്ങൾ എന്നെ വന്ന് മൂടാൻ തുടങ്ങിയതും അലർച്ചയെ ഒരുമിച്ചായിരുന്നു. നിന്നോട് ആരടി പറഞ്ഞ മുറിക്കറ ഇറങ്ങി പോടി എന്നും പറഞ്ഞുകൊണ്ട് മാറും കുത്തി പിടിച്ച് നിൽക്കുകയാണ് അവൻ. ഞാനോ ആ നിൽപ്പേണ്ട കുറേ കിളികൾ തലയുടെ ചുറ്റും വട്ടമിട്ട് പറന്നു. എൻ്റെ കണ്ണാണെങ്കിൽ ഹൈ വോൾട്ടേജിൽ നിന്ന് തിളങ്ങുന്നു. എൻ്റെ കൃഷ്ണ, ഇങ്ങനെ നീ കാത്തോണേ. എന്നാലും നിന്റെ ചെവി അടിച്ചു പോയോ? എനിക്ക് മുണ്ടെടുക്കണം. ആള് കലിപ്പ് മൂടിലാണ്. ഞാനത് എനിക്ക് കോപ്പ്. വാക്കുകൾക്ക് ഇത്ര പഞ്ഞോ ഒന്നും വായിന്ന് വരുന്നില്ലല്ലോ. എനിക്ക് മുണ്ടെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൈപ്പിടിച്ച് വലിച്ചു. മാറിക്കോ മുണ്ട്, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ ഉണ്ടംപൊരി നിന്നെ കാണിച്ച് തുണി മാറേണ്ട ഗതികേട് എനിക്കില്ല. മര്യാദക്ക് ഇറങ്ങിപ്പോടി. എവിടെ നീ കയറിയാ നിനക്ക് വേറെ മുറി താമസിക്കാം. അതും പറഞ്ഞ് വാതിലടക്കാൻ തുടങ്ങി. അങ്ങേരെ തള്ളി വീണ്ടും അകത്തേക്ക് കയറി ഞാൻ. അതെ, ഈ സ്ഥിരം ക്ലീഷേ അത് ഇങ്ങോട്ട് എടുക്കണ്ട. എന്നെ കാലം തറയിൽ കിടത്താനാണ് വിചാരിച്ചു വെച്ചിരുന്നെങ്കിൽ അതെല്ലാം എടുത്തു വെട്ടി കൂടി സാമ്പാറിലിട്ടോ. ഞാൻ നിങ്ങളുടെ കൂടെ പെട്ടി തന്നെ കിടക്കും. ദേ, ഈ നെഞ്ചിലെ ചൂട് പറ്റി കിടക്കും. പിന്നെ മിനിമം നിങ്ങളുടെ 5 പിള്ളേരെങ്കിലും പ്രസവിക്കുകയും ചെയ്യും. ആ കാളിയെ തോൽപ്പിക്കണം എനിക്ക്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെണ്ണ് നിന്ന് കിടക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ ഇതെല്ലാം കേട്ട് കണ്ണ് മിഴിച്ച് നിൽക്കുകയാണ്. 5 കുട്ടികളോ? എണ്ണാക്കാലോ? എന്നാ നമുക്കൊരു 7 ഫുട്ബോൾ ടീം ഉണ്ടാക്കാടി. ദൈവമേ, ഇവൾ ഇത്രക്ക് കച്ചറയായിരുന്നു. വെറും കച്ചറയല്ല, കച്ചറ കച്ചറ ചുങ്കത്തറ. എന്നാ നീ പറഞ്ഞ് 1-10 അതിവിദഗ്ധമായി മറച്ചു പിടിച്ചു ആനന്ദ്. നിങ്ങളുടെ ചെവിയുടെ ഡയഫ്രം അടിച്ചു പോയ മനുഷ്യ, എന്നാ ഒന്നുകൂടി കേട്ടോ. ഈ ഹൃദയയുടെ ആദ്യ പ്രണയമാണ് നിങ്ങൾ. അങ്ങനെ നിലത്തി കിടന്ന് വെള്ളമൊലിപ്പിക്കാനല്ല നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ വന്ന്. ഇവിടെ നിന്ന് മുണ്ട് മാറാൻ പറ്റുമെങ്കിൽ മാറിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ മുണ്ടെടുക്കണ്ട. എനിക്ക് അതാ ഇഷ്ടം, ഒന്നിടാണ്ട്. അതും പറഞ്ഞ അവൾ ബെഡിൽ പോയിരുന്നു. നാശം, കുരുത്തം കെട്ട പെണ്ണ്. ദൈവമേ, എൻ്റെ ചാരിത്രം. അതും പറഞ്ഞ് അവൻ വേറെ മുറിയിലേക്ക് പോയി. അവൻ പോകുന്നു നോക്കി അവിടെ ഇരുന്നു. ഇതൊക്കെ പ്രതീക്ഷിച്ച് എന്നെ ഇങ്ങോട്ട് വന്നു. എനിക്കറിയാം എന്നെ ഇഷ്ടമാണെന്ന് കുറച്ച് വൈകിപ്പോയാലും അത് ഞാൻ പറയിപ്പിക്കും മോനെ. മുണ്ടെടുത്ത് TV ഓണാക്കി ടീപ്പോയിലേക്ക് കാല് കയറ്റി വെച്ചു ആനന്ദേട്ടൻ. അതെ, എനിക്ക് മാറാൻ ഡ്രസ്സൊന്നുമില്ല. ഒന്നും മേടിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ നീ ഇടണ്ട, വേണമെങ്കിൽ വീട്ടിൽ പോയെടുത്ത് പോര്. അതുകൊള്ളാലോ, കെട്ടിയോമാരാ ഇതൊക്കെ വാങ്ങിത്തരേണ്ട. എനിക്കിനി ഇവിടെ അവകാശം മാത്രമാക്കണ്ടടി. ആധാരത്തിൽ ഒരു 5 സെന്റ് സ്ഥലം കൂടി നിന്റെ പേരിൽ എഴുതിത്തരാം. അതിന് ഞാൻ നിന്നെ കെട്ടിയതല്ലോ, നിന്റെ ഓസ്കാർ അഭിനയം കണ്ട് കെട്ടേണ്ടി വന്നല്ലേ. ആണോന്ന് അവന് നേരെ കണ്ണും കൂർപ്പിച്ച് കയ്യും ചൂണ്ടി അടുത്തേക്ക് പോയി. അവളുടെ ശ്വാസം കവിളിൽ തട്ടി. അവളിൽ നിന്ന് വമിക്കുന്ന മുല്ലപ്പൂവിന്റെ ഗന്ധം ആകെ മൊത്തൊരു ഇക്കിളിയും കുളിരും എടുക്കുന്ന പോലെ തോന്നി അവന്. അതെ, കണക്കായി പോയി. പ്രായത്തിന് മൂപ്പുണ്ടല്ലെന്ന് വെച്ചാൽ ക്ഷമിക്കുന്നേ. അതെ, കാണിച്ചു തന്നേനെ എന്ന് പറഞ്ഞ് പിരിയാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടുത്തം വീണു. ദേഷ്യത്തോടെ ചോദിച്ചു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ച്. കവിളിലൊരു കടിയും ഒപ്പൊരു ഉമ്മയും കൊടുത്ത് കഴിഞ്ഞിരുന്ന അവള്. തന്നെ കയറി ഞാനങ്ങ് പീഡിപ്പിക്കും. കാണണോന്ന് ഒരു ചുമ കേട്ടവർ രണ്ടുപേരും ഒരുമിച്ച് നോക്കിപ്പോയി. വാതിക്കൽ കൈകെട്ടി നോക്കി നിൽക്കുന്ന ജോസേട്ടൻ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് പീഡനം കഴിഞ്ഞു വരാം. ഈ പീഡനമൊന്നും കണ്ടിരിക്കാനുള്ള ത്രാണി എനിക്കില്ലേ, അതാ എന്ന് പറഞ്ഞ് ജോസേട്ടൻ. നിക്കവിടെ. കസേരയിൽ നിന്ന് ചാടി എഴുന്നിട്ട് അയാളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് പുറത്തെ മാവിൻ ചൂട്ടിൽ കൊണ്ടുപോയി നിർത്തി. നാലുപാട് നോക്കി ജോസേട്ടൻ. താനെന്തായി നോക്കുന്നേ? എടാ, വാലുണ്ടോ നോക്കിയിരുന്നു. അതും പൊക്കി ഓടേണ്ടെന്ന് വിചാരിച്ചു. എന്തൊക്കെയായിരുന്നു. പവനായി, ശവായി. ദേ വാടച്ചോ, ഇല്ല അടക്കാകുരുവിക്കിട്ട് ഓങ്ങി വെച്ച് തനിക്കിട്ട് തരും ഞാൻ. എന്റെ മോനെ, അത് അടക്കാകുരിയോ നല്ലടാ, നല്ല ഒന്നാന്തരം സൾഫ്യൂരിക് ആസിഡിന് കയ്യും കാലും വെച്ച സാധന. നീ അങ്ങ് വിയർക്കും. ഒന്ന് അടിമുടി നോക്കി ജോസേട്ടൻ. എന്നോട് അവളുടെ കളി, അവളുടെ ഒരു പ്രേമം, അത് കുട്ടിക്കളിയാണെന്ന് തെളിയിക്കും ഞാൻ. അതും പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു. ടൗണിൽ പോയി ആ സാധനത്തിന് കുറച്ച് ഡ്രസ്സ് എടുത്തുകൊണ്ട് പോരും. ഏടാ, എനിക്ക് അവിടെ അളവറിയില്ല. അതുമല്ല, പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഈ കെട്ടാത്ത ഞാനെങ്ങനെയാടാ? നിനക്കാവുമ്പോ പിന്നെ ഈ ഉടലളവുകളൊക്കെ ഒന്ന് ആക്കി ചിരിച്ചു ജോസേട്ടൻ. ആദ്യം കളിക്കണ്ട, താൻ അവിടെ ചെന്നിട്ട് വിളിച്ചാൽ മതി. അവളുടെ അടുത്ത് ഫോണും കൊടുക്കും. അതും പറഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. എടാ ഒന്ന് നീട്ടി വിളിച്ച് ജോസേട്ടൻ. എന്താണ് അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി ആനന്ദ്. അതെ, നല്ല കുറച്ച് നാടൻമുട്ട വാങ്ങിച്ചൊന്ന് വാറ്റിയെടുത്ത് കുടിച്ചോ, നീ ശരീരത്തിന് നല്ലതാ. കുളിയും കഴിഞ്ഞ് ആനന്ദിന്റെ ഒരു ഷർട്ട് മുണ്ടെടുത്തിട്ട് ഹൃദയ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവളെ കണ്ടതും ദേഷ്യം കൊണ്ട് കണ്ണു കാണാതെ നാലുപാടും പരുതി പാവം. ഊരടി എന്റെ ഷർട്ട് മുണ്ടും. അയ്യേ, ഊരി തരാ ഇപ്പൊ, അല്ലെങ്കിലും ഭയങ്കര ചൂടാ.
എന്നും പറഞ്ഞ് ബട്ടൺ ഓരോന്നായി ഊരാൻ തുടങ്ങി. ഡി കളിക്കല്ലേ, ആ ബട്ടൺ ഇട്ടേ. എനിക്കിനി വേണ്ട, നീ കിട്ടോ, ഊരല്ലേ. അതും പറഞ്ഞ് തിരിഞ്ഞവൻ. അതെ, എനിക്ക് വിശക്കുന്നു അലറാൻ തുടങ്ങി അവള്. തൊള്ള തുറക്കാതെ അടുക്കളയിൽ നിന്നും കാണും, പോയി കുത്തി കയറ്റ്. അവന് നോക്കി വിളിച്ചാണിച്ച് അടുക്കളയിലേക്ക് കാലെടുത്ത് വെച്ച്. ആനന്ദ് അവളോടുള്ള കലി മുഴുവൻ റിമോട്ടിൽ തീർത്തു. അടുക്കള കണ്ടത് ഞെട്ടിപ്പോയി എൻ്റെ ബാല്യം. ഇതിനും അടുക്കള എന്ന് പറയൂ. ടേബിളും ഷെൽഫിലും തിന്നും മിച്ചം വെച്ച ബ്രെഡിൻ്റെയും ചപ്പാത്തിയുടെയും കുറേ പാക്കറ്റുകൾ. മിന്നു തലേ ദിവസത്തെ പൊറോട്ടയും വളിഞ്ഞ ചിക്കൻ കറി ആസ്വദിച്ച് തിന്നുന്നുണ്ട്. എൻ്റെ കൃഷ്ണ, ഇത് അടുക്കളയോ അതോ മാലിന്യ കൂമ്പാരോ? ആനന്ദേട്ടാ, നിങ്ങൾ ഈ മൈദയാണോ ഇന്നിങ്ങനെ കുത്തിക്കയറ്റുന്നത്? വെറുതെ അല്ല, ഇങ്ങനെ ബോൾ വരുമായിരിക്കുന്നത്. ഉറക്കെ വിളിച്ചു ചോദിച്ച് ഹൃദയ. എനിക്കതാ ഇഷ്ടം, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. അത് പറ്റില്ല, നിങ്ങളിങ്ങനെ ചക്കണക്ക് വീർത്തു വന്നാലേ ഞാനിങ്ങനെ കെട്ടിപ്പിടിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അവളുടെ വർത്തമാനം കേട്ടത് ആകമൊത്തം നോക്കിയവൻ. അത്രയും വണ്ണുണ്ട് ഞാൻ. അവൻ സ്വയം ഒന്ന് തന്നെ ഒന്ന് നോക്കി.